എല്ലാവർക്കും നമസ്തേ. ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും തച്ച് തകർക്കണമെന്നും കുഴിച്ചു മൂടണമെന്നും പറഞ്ഞ് നടന്ന വിദ്വാൻമാരിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് വിശ്വാസികളായ ഒരു ഹിന്ദു സംഘടനയെയും ഇതിനകത്തിൽ, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ സംഘടനയും ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ രസകരം. തികച്ചും അവിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ളവർ, ക്ഷേത്രത്തിനെതിരെ പ്രവർത്തിച്ചവർ, ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൻ്റെ മുഖ്യ രക്ഷാധികാരി. ഒന്ന് ആലോചിച്ച് നോക്കുക. അയാൾ ഈ ശബരിമലയെ നശിപ്പിക്കാനും ആചാരങ്ങൾ നശിപ്പിക്കാനും ബിന്ദു അമ്മിണി, കനകലത ഇതുപോലുള്ള കുറെ സ്ത്രീകളെ കൊണ്ടുവന്ന് ശബരിമലയിലെ ആചാരത്തിന് വിരുദ്ധമായിട്ട് അത്തരം കുറെ യുവതികളെ ശബരിമല പ്രവേശിപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയനാണ് ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി. പിന്നീട് ഹൈന്ദവ ദൈവങ്ങളെല്ലാം മിത്താണെന്ന് പറഞ്ഞ സ്പീക്കർ എൻ ഷംസീർ, ഇതുപോലെ കുറെ വിദ്വാൻമാർ, കമ്മ്യൂണിസ്റ്റുകൾ, ഇതിൻ്റെ രക്ഷാധികാരികളും ഉപരക്ഷാധികാരിയും കമ്മിറ്റിക്കാരും ഒക്കെ ആയിട്ട് ദേവസ്വം മന്ത്രി വാസവൻ, ശബരിമല പോയിട്ട് അയ്യപ്പനെ നേരെ നിന്ന് അധിക്ഷേപിച്ച് നിന്ന മനുഷ്യനാണ് വാസവൻ. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇതിൻ്റെ ആഗോള സംഗമം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി ഒന്ന് മനസ്സിലാക്കുക. നല്ല ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഹൈന്ദവ സംഘടനകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതായിരുന്നു. ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ രണ്ടാണ്. പരമമായ ലക്ഷ്യം, അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഹിന്ദുമത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ, പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഇത് അയ്യപ്പ സംഗമം നടത്തി എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിച്ച് വോട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളത്. അതിലുപരി ഇത് വിവിധ രാജ്യങ്ങളിലുള്ള അയ്യപ്പ ഭക്തരെ എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവരും, സംഗമത്തിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനായി വമ്പൻ തുക പിരിവെടുക്കേണ്ടി വരും. ഈ പിരിച്ച് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്നതിന് എന്ന ഏക ലക്ഷ്യമാണ് ഈ പിണറായി വിജയന്റെയും കൂട്ടാളികളുടെയും ഈ ഒരു സംരംഭത്തിന് പിന്നിൽ. അതുകൊണ്ടാണ് പിണറായിയുടെ മരുമകനും എല്ലാം, പിണറായി മുഖ്യ രക്ഷാധികാരി, മരുമകൻ റിയാസ് ഇതിനകത്തിൽ രക്ഷാധികാരി, ഇങ്ങനെ ആണ് ഇത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഹിന്ദു സംഘടനകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇവന്മാരെല്ലാം കൂടി ഇരുന്ന് പിരിച്ച് ചെലവാക്കും, കോടികൾ പോക്കറ്റിലാക്കും. എന്നിട്ട് ആരോ കണക്ക് ചോദിക്കും. ഹൈന്ദവ സംഘടനകളെ ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയാൽ അവർ കണക്ക് ചോദിക്കും. ഇതേപോലെ അടിച്ചുമാറ്റൽ നടക്കത്തില്ല. പിണറായിക്കോ പിണറായിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഈ CPM നേതാക്കന്മാർക്കോ അടിച്ചു മാറ്റാൻ പറ്റുകയില്ല ഹൈന്ദവ സംഘടനകളെ ഇതിനകത്തിൽ പങ്കെടുപ്പിച്ചാൽ എന്നുള്ള വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഹൈന്ദവ സംഘടനകളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പിണറായിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇയാൾക്കെന്ത് ഇതിനുള്ള അർഹത? ഈ ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ച പിണറായിക്കോ അയാളുടെ പാർട്ടിക്കോ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്താൻ എന്താണ് അർഹത? ഹിന്ദു ദേവതമാർ, ഗണപതി ഉൾപ്പെടെ മിത്താണെന്ന് പറഞ്ഞ് ഷംസീറിന് ഇതിൻ്റെ രക്ഷാധികാരിയായിരിക്കാൻ എന്താണ് അർഹത? സർവോപരി ഇവന്മാരെല്ലാം പറയുന്നു ഹിന്ദു സമൂഹത്തിനെതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവരെല്ലാം മറ്റ് മതക്കാർക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്, ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അവരുടെ മത ആചാരങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഹിന്ദു ആചാരങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവന്മാരെന്തിന് ഈ അയ്യപ്പ സംഗമമായിട്ട് മുന്നിട്ടിറങ്ങി? സർക്കാർ മതേതര സർക്കാരാണെന്ന് പറയുന്നു. അവരെന്തിന് ഇങ്ങനെ ഒരു സംരംഭവുമായിട്ട് ഇറങ്ങി എന്നുള്ളതിൻ്റെ യഥാർത്ഥ കാരണം പിണറായിക്കും സംഘത്തിനും
കോടികൾ അടിച്ചു മാറ്റണം. അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയല്ലേ. അവർക്കും അറിയാം അടുത്ത ഇലക്ഷനിലേക്ക് അവർ ഇറങ്ങിപ്പോകേണ്ടി വരും. അതിനു മുമ്പ് ഇതേപോലൊരു വമ്പൻ ഒരു പ്രോജക്റ്റ് പദ്ധതിയുമായിട്ട് വന്നാൽ നല്ലൊരു തുക അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ പിരിവ് നടത്തിയൊക്കത്തുള്ളൂ. വിദേശങ്ങളിൽ നിന്നെല്ലാം പിരിവ് നടത്തും. അങ്ങനെ പരിപാടി നടത്തുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഹിന്ദു സംഘടനകളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അയ്യപ്പ ഭക്തർ അല്ലെ ഹിന്ദുമത വിശ്വാസികൾ ഇതൊന്നും കണ്ട് ഈ സർക്കാരിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്ക് തുടർഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറാകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ വിശ്വാസത്തെ വിറ്റ് കാശുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഘവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളെല്ലാം ചിന്തിച്ചു നോക്കുക. പിണറായി വിജയന്റെ സാമ്പത്തിക പശ്ചാത്തലം എന്തുവായിരുന്നു ചെറുപ്പത്തിൽ, ഇന്ന് ആ അവസ്ഥ എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള തട്ടിപ്പും തരികിട കാണിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ കോടീശ്വരനായതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഒരു സംഗമം കൂടെ നടത്തിയാൽ അത്രയും നല്ലൊരു തുകയുടെ ഇവർക്കെല്ലാം അടിച്ചു മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഈ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഘവുമായിട്ട് ഇറങ്ങുമ്പോൾ ന്യായമായും നമ്മൾ സംശയിച്ചേ തീരൂ. തീർച്ചയായും നമ്മൾ സംശയിക്കണം. അതിനോടൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിനകത്തിൽ എന്തായിരിക്കാം ഇദ്ദേഹം പറയുക എന്നുള്ളത്. എന്തായാലും മുഖ്യ രക്ഷാധികാരിയാകുമ്പോൾ എന്തായാലും അവിടെ പ്രോഗ്രാമിൽ സംസാരിക്കാതിരിക്കത്തില്ല, പ്രസംഗിക്കാതിരിക്കത്തില്ല. ശബരിമലയ്ക്കെതിരായി തന്നെ ആയിരിക്കും അയാൾ സംസാരിക്കുക. അനുകൂലിച്ചെന്തായാലും അയാൾ സംസാരിക്കത്തില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ശബരിമലയെ തകർക്കാമോ നശിപ്പിക്കാമോ എന്നുള്ള ആ ഒരു ഗവേഷണം നടത്തി വരുന്ന ഇവർ ഭക്തന്റെ കൂട്ടാതെ, ഭക്തരെ ഇതിനകത്തിൽ പങ്കെടുപ്പിക്കാതെ, ഭക്തരെ സഹകരിപ്പിക്കാതെ, ഭക്തജനങ്ങളുടെ സംഘടനകളെ, ഹൈന്ദവ സംഘടനകളെ ഇതിനകത്തിൽ സഹകരിപ്പിക്കാതെ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ദുരൂഹമാണ്. ഇതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമാണ്, അടിമുടി ദുരൂഹവുമാണ് എന്നുള്ള കാര്യം ഓരോ അയ്യപ്പ വിശ്വാസിയും ഹിന്ദു വിശ്വാസിയും കാര്യമായി മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രതികരിക്കുക, പ്രവർത്തിക്കുക. ഇത് കണ്ടുകൊണ്ടൊന്നും ഇവർക്ക് വോട്ട് കൊടുക്കാൻ പോകരുത്. ഒരു പൈസ ഇതിൻ്റെ പിരിവിനായിട്ട് വന്നാൽ പോലും ഒരു പൈസ പോലും കൊടുക്കരുത്. ഈ ആഗോള അയ്യപ്പ സംഗമം ഹിന്ദു സംഘടനകളെയും വിശ്വാസികളുടെ സംഘടനയെയും സഹകരിപ്പിക്കാതെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തുന്ന ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഒരു പൈസ കൊടുത്ത് നിങ്ങൾ അതിന് സഹകരിക്കരുത് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കി പ്രവർത്തിക്കുക, ഇതുമായിട്ട് സഹകരിക്കാതിരിക്കുക. എന്തിനാ ഈ നിരീശ്വരവാദികളും ക്ഷേത്രധ്വംസകരും നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ പോകേണ്ട ആവശ്യം? അങ്ങനെ പോയാൽ എന്ത് പുണ്യം കിട്ടും? അവിടെ അയ്യപ്പ ഭഗവാന്റെ ശക്തി ചൈതന്യം അവിടെ കാണുകയില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. കാരണം അയ്യപ്പനെ ചീത്ത പറഞ്ഞ് നമ്മുടെ ദൈവങ്ങളെല്ലാം മിത്താണെന്നും അള്ളാഹു മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും പറയുന്ന ഷംസീറൊക്കെ രക്ഷാധികാരിയായിരിക്കുന്ന ഈ ഒരു ആഗോള സംഗമത്തിൽ ഒരിക്കലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയില്ല, ഭഗവാന്റെ ചൈതന്യം അവിടെ കാണുകയില്ല. അത് തന്നെയല്ല, ഭഗവാന്റെ ചൈതന്യത്തെ കൂടുതൽ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇത്തരക്കാരൊക്കെ കയറിയിരുന്ന് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളാരും ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആരും ഇതിനകത്തിൽ സഹകരിക്കാതെ ഇതിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുക. ഇതിനോട് ഒരു രീതിയിലും സാമ്പത്തിക സഹായം നൽകി സഹകരിക്കാതിരിക്കുക. നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മൾ അവിടെ സന്നിഹിതരാകാതിരിക്കുക. അതൊക്കെയാണ് നമ്മൾക്ക് ഇത്തരക്കാർക്ക് നൽകാവുന്ന
യുക്തവും ശക്തവുമായ മറുപടി എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾക്ക് വലുത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളുമാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. അത് നശിപ്പിക്കാൻ ശ്രമിച്ചവരുമായിട്ട് ഒരു രീതിയിലും സന്ധി ചെയ്യാൻ നമ്മൾ പാടില്ല. ഇവനൊക്കെ ഇന്ന് ഇത് നടത്തി നാളെ വന്ന് എന്താണ് കാണിക്കുന്നത് ഉള്ള കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഇവന്മാർ തന്നെ ശബരിമലയ്ക്കെതിരെ ഒരു നടപടികൾ എടുത്താൽ വിദേശ രാജ്യങ്ങളിൽ ഇവരെ പ്രതിനിധികളെ വിളിച്ചു വരുത്തുന്നവർ എന്തായിരിക്കും പറയുക? അതുകൊണ്ട് അവരുടെ കുഴപ്പമൊന്നുമല്ല, അവരവിടെ അയ്യപ്പ സംഗമം നടത്തിയവരാ, അവരങ്ങനെ ചെയ്യുന്നവരല്ല എന്നുള്ള ഒരു സംസാരം വളർത്തിയെടുക്കണം, അങ്ങനെ ഒരു ചിന്ത വളർത്തിയെടുക്കണം എന്നുള്ള ഉദ്ദേശവും ഇതിൻ്റെ പിന്നിൽ കാണുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ഇത് നടത്തുന്നത്, ഇതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.